വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിൽ SIPയുടെ അഡ്വാൻറ്റേജസും അതുപോലെ SIP എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആകുന്നത് എങ്ങനെയാണെന്നുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് പറയാനായിട്ട് ഒരു റിയൽ മ്യൂച്വൽ ഫണ്ടും അതിൻ്റെ റിയൽ റിട്ടേൺസുമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ SIPയിലെ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SIPയിലെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലെ കോമ്പൗണ്ടിങ്ങിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആണെന്നാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 1000 രൂപ 10000 രൂപ ആവുന്നത് 1000 നിന്ന് 2000 പോയി, 2000 നിന്ന് 4000 പോയി, 4000 നിന്ന് 8000 പോയി, 8000 നിന്നാണ് പിന്നെ 10000 പോകുന്നത്. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 1000 രൂപ 10000 രൂപ ആവുന്നത് 1000 നിന്ന് 2000 പോയി, 2000 നിന്ന് 4000 പോയി, 4000 നിന്ന് ചിലപ്പോൾ 2000 പോകും, 2000 നിന്ന് ചിലപ്പം 1000 പോകും, 1000 നിന്ന് പിന്നെ 5000 ആയിരിക്കും പോകുന്നത്, പിന്നെ 5000 നിന്നായിരിക്കും 10000 അതെങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് മുഴുവനായിട്ടും കാണുക. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഞാനൊരു റിയൽ മ്യൂച്വൽ ഫണ്ടും അതിൻ്റെ റിയൽ റിട്ടേൺസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഇനീഷ്യൽ പ്രിൻസിപ്പൽ വിച്ച് ഓൾസോ ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് പ്രീവിയസ് പീരിയഡ്സ് ഓഫ് എ ഡെപ്പോസിറ്റ്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ആണ്. ആ ഡെഫിനിഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 1 lakh rupees ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% അപ്പം 1 ലക്ഷം രൂപ 10% ഇൻട്രസ്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം കഴിയുമ്പം എത്ര രൂപ കിട്ടുമെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മതി, ആദ്യത്തെ വർഷം ആ 1 ലക്ഷം രൂപ 1,10,000 രൂപയായി. രണ്ടാമത്തെ വർഷം ആ 1,10,000 രൂപയാണ് അവിടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ 10% ആണ് പിന്നെ ആഡ് ആവുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷം ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,21,000 രൂപയാവും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം ആ 1,21,000 രൂപയാണ് അവിടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ 10% ആണ് പിന്നെ ആഡ് ആവുന്നത്. അപ്പം ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,33,100 രൂപ വരും. അതായത് 1 ലക്ഷം രൂപ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോഴത്തേക്ക് 1,33,100 രൂപ കാണും. ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കോമ്പൗണ്ടിങ് നടന്നിരിക്കുന്നത് ആനുവലി ആണ്. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ക്വാർട്ടർലി ആണ് കോമ്പൗണ്ട് ചെയ്യാറ്. അതായത് ഓരോ ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവിടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ അകത്ത് പ്രീവിയസ് ക്വാർട്ടർ വരെയുള്ള ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. നമ്മളിപ്പം 1 ലക്ഷം രൂപ 10% സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1,10,000 രൂപ കാണും. രണ്ടാമത്തെ വർഷം വീണ്ടും നമ്മുടെ പ്രിൻസിപ്പൾ 1 ലക്ഷം രൂപയായിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ 1,10,000 അല്ല. അപ്പം ആ വർഷം നമുക്ക് 10,000 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ മൂന്നാമത്തെ വർഷം നമുക്ക് 10,000 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഓരോ വർഷം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് 10,000 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടിയത്. അങ്ങനെ അത് ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 30,000 രൂപയും നമ്മുടെ ക്യാപിറ്റൽ 1 ലക്ഷം രൂപയായിരുന്നു. അപ്പം ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1,30,000 രൂപയായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു CAGR കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. CAGR എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഇതാണ് ആ ടൂളിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെപ്പാടെ 3 വാല്യൂസേ നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ബിഗിനിങ് വാല്യൂവും ഫൈനൽ വാല്യൂവും അതുപോലെ അതിൻ്റെ ടൈം പീരീഡും. ഇപ്പോൾ നമുക്ക് നേരത്തെ യൂസ് ചെയ്ത എക്സാമ്പിളിലെ അതേ വാല്യൂസ് തന്നെ ഒന്നുകൂടെ എടുക്കാം. അതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എക്സാമ്പിളിലെ ബിഗിനിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയും ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1,33,100 രൂപയായിരുന്നു. അതായത് 1 ലക്ഷം രൂപ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 1,33,100 രൂപയായി. അപ്പം അതിൻ്റെ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നാണ് ഈ കാൽക്കുലേറ്റർ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. അതായത് 1 ലക്ഷം രൂപ ഓരോ വർഷവും 10% വെച്ച് ആഡ് ആകുമ്പോഴാണ് 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ 1,33,100 രൂപ എത്തുന്നത്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എക്സാമ്പിളിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, 1 ലക്ഷം രൂപ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 1,30,000 രൂപയാണ്. അപ്പം 1 ലക്ഷം രൂപ 3 വർഷം കൊണ്ടാണ് 1,30,000 രൂപയായത്. അപ്പം അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 9.13% ആണ്. അതായത് 1 ലക്ഷം രൂപ ഓരോ വർഷവും 9.139% ഗ്രോ ചെയ്തപ്പോഴാണ് 3 വർഷം കൊണ്ട് അത് 1,30,000 രൂപ എത്തിയത്. ഇനി ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഒരു SIPയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് അസ്യൂം ചെയ്യാം, നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു 20 വർഷത്തേക്ക് ആനുവലി 12,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. അങ്ങനെ 20 വർഷം കൊണ്ട് നിങ്ങൾ 2,40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഓരോ വർഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8%ലാണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 5.93 lakh rupees കയ്യിൽ കാണും. ഇനി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് 10% റിട്ടേൺസ് ആണ് കിട്ടിയിരുന്നതെങ്കിൽ നിങ്ങളുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 7.5 lakhs കണ്ടെയ്നും. അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 3 ഇരട്ടി. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് 12% റിട്ടേൺസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 9.68 lakhs കണ്ടെയ്നും. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 4 ഇരട്ടി.
ഇനി 14% ആണ് റിട്ടേൺസ് എങ്കിൽ നിങ്ങളുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 12.45 lakhs ആണ്, അതായത് 5 ഇരട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2% റിട്ടേൺസ് കൂടിയപ്പോൾ തന്നെ വലിയൊരു ഡിഫറൻസ് ആണ് ഫൈനൽ വാല്യൂവിൽ വന്നിരിക്കുന്നത്. അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ 1-2% ഡിഫറൻസേ ഉള്ളെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞാലും അത് ലോങ് ടേമിൽ അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. ഇപ്പം ഞാൻ ആക്ച്വലി കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് മാത്രമാണ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിലേ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ ICICI പ്രൊഡൻഷ്യൽ ലോങ് ടേം ഇക്വിറ്റി ഫണ്ടാണ്. അതൊരു ടാക്സ് സേവർ ഫണ്ടാണ്. ഇതിൻ്റെ ഡേറ്റ 99 മുതൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. സോ നമുക്ക് അസ്യൂം ചെയ്യാം ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ ഈ ഫണ്ടിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുകയാണ് 20 വർഷത്തേക്ക്. അയാൾ ഓരോ മാസവും 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ 99 മുതൽ 2019 വരെയുള്ള അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2.4 lakhs ആണ്. അതിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 20,30,000 രൂപയും. അതായത് അയാളുടെ ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 18.42% ആണ്. ഇനി ഇൻവെസ്റ്റർ ബി എന്ന് പറയുന്ന ഒരാൾ അതേ ഫണ്ടിൽ തന്നെ SIP സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ അയാൾ 20 വർഷത്തേക്കല്ല 10 വർഷത്തേക്കാണ് SIP സ്റ്റാർട്ട് ചെയ്തത്. അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ എയുടെ പകുതിയേ ഉള്ളൂ. അതായത് ഇൻവെസ്റ്റർ 2.4 lakhs ആണ് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തത്. ഇയാൾ 1.2 lakhs മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 20 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻവെസ്റ്റർ എയ്ക്ക് 20 lakhs ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻവെസ്റ്റർ ബിക്ക് ആണെങ്കിൽ 18 lakhs കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആനുവൽ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇൻവെസ്റ്റർ ബിക്കാണ് ഇൻവെസ്റ്റർ എക്കാളും ബെറ്റർ റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത്. ഇനി അതേ ഫണ്ടിൽ ഇൻവെസ്റ്റർ സി എന്ന് പറയുന്ന ഒരാളും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ അയാൾ 5 വർഷത്തേക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് മേലെ ഉണ്ട്. അതായത് അയാളുടെ ആനുവൽ റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ എക്കാളിലും ബിയേക്കാളിലും കൂടുതലാണ്. ഇനി നമുക്ക് നോക്കാം ഇൻവെസ്റ്റർ ഡി എന്ന് പറയുന്ന ഒരാളും ഇതേ ഫണ്ടിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ അയാൾ SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2004 അതായത് ഇൻവെസ്റ്റർ എയും ബിയും സിയും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാൾ SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇയാൾ 2004 മുതൽ 2019 വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 15 വർഷം ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,80,000 രൂപയാണ്. ഇനി അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 5.25 ലക്ഷം രൂപയാണ്. ഇനി ഇൻവെസ്റ്റർ ഇ എന്ന് പറയുന്ന ഒരാളും അതേ ഫണ്ടിൽ തന്നെ SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അയാൾ SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2009 അതായത് ആദ്യത്തെ 3 പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1.2 lakhs ആണ്. അതിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 2,20,000 രൂപയുമാണ്. ഇനി നമുക്ക് നോക്കാം ഇൻവെസ്റ്റർ എഫ് എന്ന് പറയുന്ന ഒരാളും അതേ ഫണ്ടിൽ തന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അയാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2014 അതായത് ആദ്യത്തെ 3 പേര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അതിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 69,000 രൂപ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളിതെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇൻവെസ്റ്റർ സി എന്ന് പറയുന്ന ആളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ ഇൻവെസ്റ്റർ എഫ് എന്ന് പറയുന്ന ആളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും 60,000 രൂപയായിരുന്നു. പക്ഷേ ഇൻവെസ്റ്റർ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപയും ഇൻവെസ്റ്റർ എഫിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 69,000 രൂപയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിലേ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫ്യൂച്ചർ റിട്ടേൺസിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. അതിൽ ഒരാൾ 12,000 രൂപ വെച്ചിട്ട് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ആൾ 12,000 രൂപ വെച്ചിട്ട് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്ത ആളിനേക്കാളും 3 ഇരട്ടി റിട്ടേൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ട് SIP പറ്റി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതും ഇപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിനകത്തെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതും ആക്ച്വലി രണ്ടും രണ്ടാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിലെ കോമ്പൗണ്ടിങ്ങിൽ ഓരോ വർഷവും നമ്മളുടെ ക്യാപിറ്റൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ യൂസ് ചെയ്ത എക്സാമ്പിളിലെ അതേ ഫണ്ട് തന്നെയാണിത്. ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2006 2008 ഇത് നെഗറ്റീവ് റിട്ടേൺസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കോമ്പൗണ്ടിങ് നമുക്ക് പറയാൻ പറ്റാത്തത്. അതൊന്നുകൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടിൻ്റെ പാസ്റ്റ് റിട്ടേൺസ് നോക്കിയാൽ മതി. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 7.35% ആണ്. 3 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 10.04% ആണ്. 5 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 7.74% ആണ്. അതായത് ടൈം കൂടിയപ്പോഴത്തേക്ക് റിട്ടേൺസ് കുറയാണ് അവിടെ ചെയ്തത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ചാർട്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിക്സാഗ് ആയിട്ടാണ്. അല്ലാതെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മാതിരി താഴോട്ട് പോകാതല്ല മുകളിലോട്ട് പോകുന്നത്. ഇത് മുകളിലോട്ടും താഴോട്ടും പോയിട്ടാണ് ഈവൻച്വലി മുകളിലോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ലോങ് ടേമിൽ അതിൻ്റെ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലോങ് ടേമിൽ നിങ്ങളുടെ റിട്ടേൺസ് 2% കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിനെയോ അല്ലെങ്കിൽ ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസിനെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നു എന്ന്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.